ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സംരംഭയുടെ അടുത്താണ്. ഹോം മെയ്ഡ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വീട്ടിലെങ്ങനെ കഴിക്കുന്നു അതുപോലെ തന്നെ അതേ സ്വാദിൽ യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ സ്വന്തം സുജാതയുടെ അടുത്താണ്. അപ്പോൾ നമുക്ക് നേരിട്ട് സുജാതയോട് തന്നെ ചോദിക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ. സുജാത, ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കണം അല്ലേ? എന്താ പരിപാടികൾ രാവിലെ? രാവിലെ കുറച്ച് ചെടികളുടെ പരിപാടി, അത് കഴിഞ്ഞ് ബാക്കി എന്റെ പ്രൊഡക്റ്റിന്റെ പരിപാടികള്. ഓർഡർ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഓർഡർ ഉണ്ട്. അപ്പൊ ഉച്ച കഴിഞ്ഞാണ് രാവിലെയാണോ? കൊറിയർ ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ പോയി ചെയ്യണം? അതെ, ഇല്ല, അവര് വന്ന് കളക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം. സുജാത, ഇവിടെ ഷെൽഫിൽ നിറയെ പാക്കറ്റുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇത് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ എന്തൊക്കെ പ്രസ്ഥാനങ്ങളാണ് ഉള്ളതെന്ന് പറയോ? നമ്മള് അത്യാവശ്യം പൊടികളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഓർഡർ അനുസരിച്ച് കുറച്ച് പിക്കിള് ചെയ്യും. പിന്നെ കുറച്ച് സ്പേഷ സീസണില് അത് ചെയ്യാറുണ്ട്. പിന്നെ കപ്പ് കേക്ക്സ്, കുറച്ച് മൈസൂർ പാക്ക്. അങ്ങനെ എനിക്ക് കുക്കിംഗ് ഒരു പാഷനാണ്. അതുകൊണ്ട് നമ്മള് എല്ലാ രീതിയിലും കൈവച്ച് വെക്കും. അങ്ങനെ അപ്പൊ നമ്മളെന്താ വെച്ചാൽ നല്ല ഭക്ഷണം, ആ നാടൻ ഭക്ഷണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വിശ്വസിച്ച് ചെയ്യണതാണ്. അപ്പൊ നമ്മള് ഇത് മഞ്ഞപ്പൊടിയാണ്. നമ്മളിപ്പോ റീപാക്ക് ചെയ്യാറില്ല ഒരു സാധനം. നമ്മൾ തന്നെ മഞ്ഞള്, ഉണങ്ങിയ മഞ്ഞൾ വാങ്ങിയിട്ട് പൊടിപ്പിക്കുന്നതാണ്. അല്ലാതെ വരട്ട് മഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതിന്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ മഞ്ഞപ്പൊടിയെ ഒരു കനം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് ദിവസം കെട്ടി വെച്ചാൽ മതി. അപ്പൊ ആ കവറിന്റെ പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ കണ്ടന്റ് ഒരു ഒട്ടലായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മള് അല്ലാതെ കടയിൽ നിന്ന് വാങ്ങണ ഒരു മഞ്ഞപ്പൊടി നമ്മൾ എത്ര അതിൽ പാക്ക് ചെയ്ത് വെച്ചാലും അതിനൊരു പ്രശ്നവും വരില്ല. അപ്പൊ ഇത് ഇത് 250 ഗ്രാമിന്റെ പാക്കറ്റാണ്. അതെ, അതെല്ലാം 250 ഗ്രാമിന്റെ 250 ഗ്രാമിന്റെ പാക്കറ്റായിട്ടാണ് നമ്മള് സെയിൽ ചെയ്യാറ്. പിന്നെ ഞാനിവിടെ ഡെലിഗോസിൽ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ആപ്പ് ഉണ്ടല്ലോ, ഒറ്റപ്പാലത്തല്ല. അപ്പൊ ആ ഓൺലൈൻ ആപ്പില് അവര് 100 ഗ്രാം തൊട്ടിട്ട് പിന്നെ ഓർഡർ എടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ 100 ഗ്രാമും ചെയ്യാറുണ്ട്. സുജാത, ഇതിനകത്ത് പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ചേർക്കുന്നില്ല അല്ലെ? നമ്മളെങ്ങനെ നമ്മുടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചു വെക്കുന്ന സാധനം 1 വർഷം വരേക്കും ഇതിന് യാതൊരു കേടും വരില്ല. ഇത് വായുവായിട്ട് സമ്പർക്കം വരുമ്പോൾ മാത്രമാണ് പൊടികൾ കേടാവണേ. സുജാതയുടെ പ്രൊഡക്റ്റുകൾ സുജാസ് കിച്ചൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ താഴെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഒരു പ്രിസർവേറ്റീവും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ നമ്മുടേത് കാശ്മീരി ചില്ലി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 320 രൂപ ഒക്കെയാണ്. അപ്പൊ ഹൈപ്പർ മാർക്കറ്റിൽ വരെ 320-330 രൂപയാണ് 1 കിലോ മുളകിന്. അത് വെറും പിരിയൻ മുളകാണ്. കാശ്മീരി ചില്ലി ഇപ്പൊ ഇതും ഒറിജിനൽ കാശ്മീരി ചില്ലി അല്ല. ഒറിജിനൽ കാശ്മീരി ചില്ലിക്ക് 1000 രൂപയ്ക്ക് മേലേക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് വാങ്ങിക്കുന്നത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി പിരിയമുളകാണ്. അപ്പൊ അതിന് മാർക്കറ്റില് നമ്മൾ റീറ്റെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ 650 ആ റേഞ്ചില് വില വരും. അതിനെന്താ വെച്ചാൽ തീരെ എരിവുണ്ടാവില്ല, നല്ല കളറും ആയിരിക്കും. പിന്നെ കറിയൊക്കെ വെക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പുണ്ടാവും. മറ്റേ നമ്മള് പിരിയൻ മുളകിന് അതുണ്ടാവില്ല. സാധാ പിരിയൻ മുളകിന് ചെറിയ എരിവുണ്ടാവും, അതുപോലെ പിന്നെ കളറും ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അതാണ്. അപ്പൊ ഇത് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി, ഇത് പിന്നെ സാധാരണ മുളക് പൊടി, നല്ല എരിവുള്ള ടൈപ്പ്. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്ത് കറി വെച്ചാല് കറി നല്ല കൊഴുപ്പും നല്ല കളർഫുള്ളും ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് ചിക്കൻ മസാല. ചിക്കൻ മസാലയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മൾ കറി വെക്കുമ്പോ സാധാരണ ഗരം മസാലയാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കണം. എന്നിട്ടാണ് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുക. ഇതിനകത്ത് യാതൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല.
ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റിയിട്ട് ഈ മസാല മാത്രം ഇട്ടിട്ട് നമുക്ക് ചിക്കൻ വെക്കാം. കറിയായിട്ടും വെക്കാം, ഡ്രൈ ആയിട്ടും വെക്കാം. അപ്പൊ ഇതിനകത്ത് മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ? എല്ലാം മല്ലിയുണ്ട്, മുളകുണ്ട്. അപ്പൊ ഒരു കിലോ ചിക്കൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരു 2 സ്പൂൺ എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ വേണം. ഓക്കെ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണോ അതോ ഡയറക്റ്റ് അതിനകത്ത് കിട്ടാൻ മതി? ജസ്റ്റ് ഒന്ന് സവോളയൊക്കെ വഴറ്റുന്നതിന്റെ കൂടെ ഇതൊന്ന് വഴറ്റിയാൽ മതി. ശരിക്കും ഇത് പിന്നെ വറുത്ത പൊടിയാണ്. നമ്മള് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഇതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്നാലും നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റി ആവാൻ ഇത് ശരിക്കും വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണല്ലേ. കാരണം എല്ലാവരും ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് പൊടിച്ചതല്ലേ. ഇത് പക്ഷേ ഗരം മസാലയുടെ റേറ്റ് തന്നെയാണ് ഇതിനും. ഇതിനിപ്പോ സുജാത എങ്ങനെയാ കൊടുക്കണത്? ഇത് 50 ഗ്രാം തൊട്ടിട്ടാണ് നമ്മൾ അവൈലബിൾ ആണ്. 50 ഗ്രാമിന് 75 രൂപയാണ്. അപ്പൊ അറിയാലോ അപ്പൊ ഏലക്കടയും ബാക്കിയൊക്കെ റേറ്റ് വരുന്നത്. അപ്പൊ അതില് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ചിക്കൻ ഇപ്പൊ ഗരം മസാല ചേർക്കണം, മല്ലിപ്പൊടി ചേർക്കണം, മുളക് പൊടി ചേർക്കണം, കുരുമുളക് ചേർക്കണം, എല്ലാം ചേർക്കണം. അതിന്റെ എല്ലാം കൂടെ കോസ്റ്റ് കൂട്ടുമ്പോ ഇത്ര തന്നെ വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ നമ്മൾ നേരത്തെ തരണോ? കാരണം 1 കിലോ 2 കിലോ ഒക്കെ വേണമെന്ന്. അപ്പൊ ഒരാഴ്ച കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരാഴ്ച മതിയില്ലേ? ഒരാഴ്ച മതി. നമ്മള് സാധനങ്ങളും ഇവിടെ വാങ്ങിച്ചു വെക്കും. അപ്പൊ അത് പാക്ക് ചെയ്ത് വെക്കാറില്ല എന്ന് മാത്രം. ഇതിപ്പോ പിന്നെ ഗരം മസാല എന്ന് പറയാം. ചിക്കൻ മസാല അല്ല, ചിക്കൻ മസാല. അതുപോലെ ഇത് മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിക്കും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മള് വറുത്ത് പൊടിച്ച മല്ലിയാണ്. സാധാരണ എല്ലാവരും ഇപ്പൊ കടയിൽ കിട്ടുന്നത്, സാധാരണ സെയിൽ ചെയ്യുന്നത് എല്ലാം മല്ലി ഉണക്കി പൊടിക്കുന്നതാണ്. നമ്മൾ അങ്ങനെയല്ല, ഇത് കഴുകി ഉണക്കി പിന്നെ വറക്കും, നന്നായിട്ട് വറക്കും. ആ വറുത്ത് അതിൽ കുറച്ച് നമ്മുടേതായ കുറച്ച് സീക്രട്ട് ഉണ്ട്, അതും കൂടെ ചേർത്താണ് അത് പൊടിക്കുക. അതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും എല്ലാത്തിലും സുജാതയുടേതായ ഒരു ടച്ച് അല്ലേ, നമ്മുടെ നാടൻ രീതിയില്. പിന്നെ ഇത് പുട്ടുപൊടി എങ്ങനെയാ ഇവിടെ ഉണ്ടാക്കണേ? അരി വാങ്ങി നല്ല ക്വാളിറ്റി അരി വാങ്ങി, അതും പച്ചരി വെച്ചിട്ടാണ് സാധാരണ കടകളിൽ കിട്ടുന്ന പുട്ടുപൊടിയെല്ലാം. നമ്മൾ ചെയ്യുന്നത് പുഴുങ്ങലരി വെച്ചിട്ടാണ്, വറുത്തിട്ടാണ് ഈ പൊടി. അപ്പൊ അത് നല്ല സ്മെല്ലുമാണ് പുട്ടിന്. അത് ടേസ്റ്റും അതെ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പച്ചരിയേക്കാൾ സോഫ്റ്റ് ആണ് പുഴുങ്ങലരിയുടെ പുട്ട് ചെയ്യുമ്പോ. അതാണ് അതിന്റെ വ്യത്യാസം. എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. ഇനി അടുത്ത ഇടിയപ്പപ്പൊടി, നൂൽപുട്ടുപൊടി അല്ലേ? ഇതും പുഴുങ്ങലരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും പുഴുങ്ങലരിയാണ്. നമ്മള് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ പുഴുങ്ങലരി അരച്ചിട്ട് വിരകിയിട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കുക. നൂൽപുട്ടും കുഴക്കട്ടയ്ക്കും ഈ പൊടി തന്നെ യൂസ് ചെയ്യാം. അപ്പൊ അതും ഈ അടയൊക്കെ ഉണ്ടാക്കാം. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. പിന്നെ പത്തിരി ഉണ്ടാക്കാം, എല്ലാ സാധനം ഉണ്ടാക്കാം. അപ്പൊ അതും പുഴുങ്ങലരിയുടെ പൊടിയെ കൊണ്ട് നമുക്ക് ഇത് പിഴിഞ്ഞ് വീഴാൻ ഒരു താമസം ഉണ്ടാവില്ല. അതുപോലെ കറക്റ്റ് നൂലായിട്ട് കിട്ടും. പിന്നെ ചൂടുവെള്ളത്തിൽ തന്നെ അങ്ങനെ നമ്മൾ സാധാരണ നല്ല തിളച്ച വെള്ളത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. അല്ലാതെ വെള്ളത്തിലേക്ക് ഇട്ട് ഇളക്കണം, ആവശ്യം പോലെ ഒഴിച്ചിട്ട്. അപ്പൊ അറിയാത്ത കുട്ടികൾക്കാണെങ്കിലും പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്കൊന്നും അറിയില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടില്ല സാധനങ്ങൾ. അതുമല്ല, അപ്പൊ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുഴക്കണം എന്ന് പറയുമ്പോ ആദ്യം നമ്മൾ വെള്ളം കറക്റ്റ് ആയിട്ട് ഒഴിക്കും. കൂടിപ്പോവും കുറഞ്ഞു പോയാൽ പിന്നെ കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ആ പ്രശ്നമില്ല. നമുക്ക് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു പാകത്തിന് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ബിരിയാണി മസാല ഉണ്ട്. ബിരിയാണി മസാല. പിന്നെ ഒരു വ്യത്യാസമുള്ള ഐറ്റം പറഞ്ഞ ചുക്ക് കാപ്പിയാണ്. ചുക്ക് കാപ്പി ഇതിലൊരു 9ഓളം ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടാണ് ഇത് വരുന്നത്. ഇതില് തുളസിയുടെ ഇല ഉണ്ട്, കരിഞ്ജീരകമുണ്ട്, അയമോദകമുണ്ട്. എല്ലാം പറയാൻ അല്ല, അതിന് കുഴപ്പമില്ല. ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അതിനും നമുക്ക് പ്രശ്നമില്ല. എന്തായാലും നമ്മുടെ ടേസ്റ്റ് നമ്മുടെയാണ്. സാധാരണ എല്ലാവരും ചെയ്യണ എന്താ വെച്ചാല് ചുക്കും ജീരകവും കുരുമുളകും, ഇതാണ് കാപ്പിപ്പൊടി. ഇത്രയും ചേർത്തിട്ടാണ് ചുക്ക് കാപ്പി, മരുന്ന് കാപ്പി ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശരിക്കും പ്രത്യേകിച്ച് ഒരു ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. അതുപോലെ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ആർക്കെങ്കിലും ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോട്ടെ. ഇതില് ചുക്ക്,
കുരുമുളക്, ജീരകം, ജീരകം, അയമോദകം, ഉം. കരിഞ്ജീരകം, തുളസിയുടെ ഇല, തുളസിയുടെ പച്ചക്ക് തന്നെ പറിച്ച് പച്ചക്ക് അല്ല ഡ്രൈ ആക്കണം, ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്യണം. പിന്നെ പനിക്കൂർക്കട ഇല അതും ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കണം. പണിയുണ്ട്. അങ്ങനെ പിന്നെ അത്രയും സാധനങ്ങള്. പിന്നെ കാപ്പിപ്പൊടി ഇത്രയും. പിന്നെ ഒരു ടേസ്റ്റിന് നമുക്ക് ഏലക്ക ചേർക്കാം. അത് ഓപ്ഷനിലാണ് അല്ലേ? ഓപ്ഷനിലാണ്. ചുക്ക് കാപ്പി സാധനങ്ങൾ ചേർത്ത് ഈ മഴക്കാലത്തൊക്കെ ഇതിന് നല്ലൊരു ഇതായിരിക്കും അല്ലേ? അതെ അതെ അതെ. പിന്നെ വരുന്ന ഒരു ഐറ്റാണ് നൂഡിൽസിന്റെ മസാല. ഇപ്പൊ ഏറ്റവും കൂടുതൽ കെമിക്കൽ ചേരുന്ന സാധനമാണ് നൂഡിൽസിന്റെ മസാല. ഇത് സാധാരണ ആ ചിക്കന്റെ ടേസ്റ്റും ബാക്കിയൊക്കെ വരാൻ വേണ്ടിയിട്ട് എല്ലുപൊടിയൊക്കെ ചേർക്കും. അങ്ങനെ ഇപ്പൊ നമ്മൾ ഇത് ചെയ്യണം. എന്റെ പ്രൊഡക്റ്റ് ഒക്കെ ടേസ്റ്റ് നോക്കി അതിനൊരു ഓക്കെ ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ എറണാകുളത്തെ ദി ഗ്രാൻഡ് എന്ന് പറഞ്ഞ സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ. ദി ഗ്രാൻഡ് എന്ന് പറഞ്ഞ സ്റ്റാർ ഹോട്ടലുകാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എന്റെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യണത്. അവിടുത്തെ ഒരു ഷെഫ് നമ്മുടെ റിലേറ്റീവ് ആണ്. അപ്പൊ സാമ്പാർ പൊടി, രസപ്പൊടി, ഇങ്ങനത്തെ എല്ലാ പ്രോഡക്റ്റും ആ കുട്ടിയാണ് എനിക്ക് ടേസ്റ്റ് നോക്കി ഓക്കെ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു 3-4 പേര് ടേസ്റ്റ് ചെയ്ത ഷെഫ്മാര് ടേസ്റ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞാലേ നമ്മുടെ പ്രോഡക്റ്റ് അവർ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല കോൺഫിഡന്റ് ആണ് ആ കാര്യത്തില്. അപ്പൊ ഇത് വെജിറ്റബിൾ നൂഡിൽസ് ഇപ്പൊ നമ്മൾ കുട്ടികളെ കൊടുക്കുമ്പോ ഈ നൂഡിൽസിന്റെ മസാല കഴിയുന്നത് ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ ഗരം മസാല ഇട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നൂഡിൽസിന്റെ മസാല നമ്മള് വീട്ടിലുണ്ടാക്കിയിട്ട് അജിനോമോട്ടോ ധാരാളമായിട്ട് ചേരുന്ന ഒരു സാധനമാണ് ഈ മസാല. അപ്പൊ ഇത് നമുക്ക് അതൊന്നും ഇല്ലാതെ നമുക്ക് അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് നല്ലോണം മെനക്കെടുണ്ട് പൊടി ആയി വരാന്. അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് മസാല നമ്മൾ 65 ഒക്കെ ചെയ്യണം. ഇതിനകത്ത് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കളറില്ല, അജിനോമോട്ടോ ഇല്ല. അപ്പൊ നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ആ ഒരു റെഡ് കളറ് കാണാനുള്ള ഭംഗി ഉണ്ടാവില്ല ഈ പൊടിക്ക്. ബാക്കി എല്ലാ മസാലയും കറക്റ്റ് ആവും. ടേസ്റ്റ് വൈസ് അതേപോലെ ക്രിസ്പി ആയിട്ട് വരും, ബാക്കി എല്ലാം വരും. ഇത് സാധാരണ ഗരം മസാല. അങ്ങനത്തെ വലിയൊരു ബിസിനസ് ഒന്നുമല്ല, ഞാൻ കടകളിൽ എവിടെയും കൊടുക്കണില്ല. ഇത് നല്ല നമ്മുടെ പാലക്കാടൻ രസപ്പൊടി. ഇതും അതുപോലെ കടകളിൽ കിട്ടുന്ന പോലെ നമ്മൾ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാൻ പറ്റുന്ന രസപ്പൊടിയല്ല. വെറുതെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് കഴിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ സാധാരണ പോലെ രസം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കുരുമുളകും എല്ലാം കൂടെ അരച്ചിട്ട് അല്ലെങ്കിൽ ചതച്ചിട്ട് ആണ് രസം ചെയ്യുക. അതിന് പകരം ഈ പൊടി ഇട്ടാൽ മതി. ഇത് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടാൽ പുളിയും തിളപ്പിച്ചൊഴിച്ച് രസമായി. ടേബിളില് എന്തൊക്കെ ബോട്ടിൽസ് ആണ് നിരത്തി വെച്ചിരിക്കുന്നത്? അത് എന്തൊക്കെയോ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി പറയുമ്പോൾ നമ്മള് പിന്നെ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കണ്ട. പച്ചക്കറി വേവിക്കുമ്പോൾ ഈ പൊടിയും കൂടെ ഇട്ടിട്ട് വേവിച്ചാൽ മതി. സാമ്പാർ റെഡി. കായം വേണ്ട, ഉലുവ വേണ്ട, യാതൊന്നും പിന്നെ വേറെ ഇടേണ്ട ആവശ്യമില്ല. എല്ലാം മല്ലി, മുളക് എല്ലാം ഇതില് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ പിന്നെ നമ്മളൊരു വറവും മാത്രമാണ് അതില് ഇടണ്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി അല്ല നമുക്ക് തേങ്ങ അരച്ച സാമ്പാർ വെക്കാനാണെങ്കിൽ തേങ്ങ വറുത്തിട്ട് അതിന്റെ കൂടെ മല്ലിപ്പൊടി, മുളക് പൊടി, കായം, ഉലുവ ചേർക്കുന്നതിന് പകരം ഈ പൊടി ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമ്മൾ പൊതുവെ ഈ ഭാഗത്തേക്കൊക്കെ തേങ്ങ അരച്ച സാമ്പാറാണ് പതിവ്. അപ്പൊ അതിനും അതേ സെയിം ടേസ്റ്റ് ഇത് കിട്ടും. അപ്പൊ രണ്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. മില്ലറ്റിന്റെ മിക്സ് ആണ്. ഇതിലൊരു 9ഓളം മില്ലറ്റ് പ്രോഡക്ട്സ് ഒന്നുമില്ല, ഈ ഒരു പൗഡർ മാത്രമാണ് നമ്മൾ ചെയ്യണം. ഇത് ഒരു 9 മില്ലറ്റുകളുടെ മിക്സ് ആണ് ഇത് വരുന്നത്. ഇതിൽ തിനണ്ട, ചാമ, ചോളം, പിന്നെ വരക്, കൂവരക്, അങ്ങനെ 9ഓളം മിക്സ് വരുന്നുണ്ട് അതിൽ. അത് നമുക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ കുറുക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഏജായ ആൾക്കാർക്കൊക്കെ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ, ബ്ലഡ് കൂടാൻ, അയൺ, കാൽസ്യം ഒക്കെ കൂടാൻ ഇത് കൊടുത്താൽ. ഫുഡ് വളരെ കുറവുള്ള ആൾക്കാരുണ്ടാവും. കുട്ടികൾക്കും അതെ, നമ്മളും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കുറുക്കിയിട്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് കുറുക്കിയിട്ട് വേനൽക്കാലത്തൊക്കെ ജ്യൂസായിട്ട് ഉണ്ടാക്കാം. ഇത് കുറുക്കി പാലും ഇത് കുറച്ച്
പിന്നെ എസൻസ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏത് എസൻസ് അതിന്റെ കൂടെ ചേർക്കണോ ആ ടേസ്റ്റിൽ നല്ല മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അത് ചെയ്യാം. പിന്നെ നമുക്ക് ഇതില് 1 കപ്പ് പൊടിക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് ചേർത്തിട്ട്, ഉഴുന്നും അല്പം ഉലുവയും ചേർത്തിട്ട് ഫെർമെന്റേഷന് വെച്ചിട്ട് അരച്ച് ഫെർമെന്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ ഉണ്ടാക്കി ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. അത് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഷുഗർ ഇത് കുറയാൻ നല്ലതാണ്. കാർബോഹൈഡ്രേറ്റ് വളരെ കുറവുള്ള സാധനമാണ്. പിന്നെ അതുപോലെ ഇത് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. മില്ലറ്റ് ഗ്ലൂട്ടൻ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ അത് ഒരു സാധനം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വരുന്നത് ഇഡ്ലിപ്പൊടി, ഇഡ്ലി ദോശപ്പൊടി. നമ്മള് ഈ ഭാഗങ്ങളിലുള്ളവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇഡ്ലി ദോശയും കൂടെ ഉള്ള ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി അല്ല, ഇഡ്ലി ദോശപ്പൊടി തന്നെ പറയാം. ഇത് നമുക്ക് നല്ലെണ്ണ കൂട്ടിയിട്ട് ചട്നിക്കൊക്കെ പകരം നല്ലെണ്ണ കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. ഇതില് എല്ലാ ധാന്യങ്ങളുമാണ് കുറെ ചേരുന്നത്. പരിപ്പ്, ഉഴുന്ന് ഒക്കെയാണ് ചേരുന്നത്. കുരുമുളക്, അങ്ങനെ നല്ല ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് വെച്ച് നമുക്ക് ഇഡ്ലിപ്പൊടി ഭയങ്കര തമിഴ്നാട്ടിലേക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മള് ഉണ്ടാക്കിയ ഇഡ്ലി ഉണ്ടല്ലോ, ആ ഇഡ്ലി പിന്നെ കുറച്ച് നെയ്യ് എടുക്കുക. ആ നെയ്യില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നല്ലെണ്ണ ഒക്കെ, തമിഴ്നാട്ടിലൊക്കെ നല്ലെണ്ണയാണ് കൂടുതൽ യൂസ് ചെയ്യുക. ആ നല്ലെണ്ണയില് ഇത് ഒന്ന് ചാലിക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഡ്ലിയും കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഇഡ്ലി മുറിച്ചിടുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് വരും. അല്ലെങ്കിൽ ദോശ, നമ്മൾ നെയ്റോസ്റ്റൊക്കെ പോലെ ദോശ ഒഴിച്ചിട്ട് അതിന്റെ മുകളില് പിന്നെ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിക്കുക. അതിന്റെ മേലെ ഇതിടുക. ഈ പൊടിയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ചട്നിയോ ഒന്നും ഇല്ലാതെ ചൂടോടെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. മെത്തേഡില് കഴിക്കാം. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആവുമ്പോഴാണ് നമുക്ക് അതിന്റെ റെസിപ്പീസും കൂടെ അറിയുള്ളൂ. മറ്റതിപ്പോ റീപാക്ക് ചെയ്യണ, ഇപ്പൊ സിനി എവിടെന്നെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി പാക്ക് ചെയ്തിട്ട് വിൽക്കണ ഒരാളാണെന്നുണ്ടെങ്കിൽ സിനിക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് മുളക് പൊടിയാണ് അല്ലെങ്കിൽ ഇത് മഞ്ഞപ്പൊടിയാണെന്ന് മാത്രമേ അറിയുള്ളൂ. എങ്ങനെ ഉണ്ടാക്കണമെന്നോ അതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നോ ഉള്ളത് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിലിപ്പോ എല്ലാ കണ്ടന്റും നമുക്കറിയാം, അതിന്റെ ഗുണവും ദോഷവും നമുക്കറിയാം. ഒരാളിപ്പോ ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് മാറ്റാനും പറ്റും. മറ്റത് അങ്ങനെയല്ല. അപ്പൊ വേറൊരാളെ സംബന്ധിച്ച് അത് നടക്കില്ല. അതെ അതെ അതെ. ഇത്രയും പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്നുണ്ടെന്നും വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയും സത്യസന്ധമായിട്ടും ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് സുജാതയുടെ എല്ലാം. ധൈര്യമായിട്ട് ഉപയോഗിക്കുകയാണ്. എനിക്കിത് കേട്ടപ്പോൾ എനിക്കിതെല്ലാം വാങ്ങിച്ചിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് മാത്രല്ല, കാരണം ഇങ്ങനെ നല്ല പ്രൊഡക്റ്റിൽ കിട്ടുന്നത് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ഇടയിൽ ഇല്ല. ഇതുപോലെ വളരെ കുറച്ച് ആളുകൾ. അതുപോലെ ഒരു പാഷനാണ് സുജാതയ്ക്ക്. നല്ല ഭംഗിയായിട്ട് ഇന്നസെന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ധൈര്യമായിട്ട് വാങ്ങിക്കുക കേട്ടോ. ഈ ചാനല് കണ്ടു കഴിയുന്നവര് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക, വാങ്ങിക്കുക, ആരോഗ്യം സംരക്ഷിക്കാന്നാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രല്ല, ഞാൻ ചോക്ലേറ്റ്സ് ചെയ്യാറുണ്ട്. സ്റ്റോക്കില്ല. ചോക്ലേറ്റ്സ് ചെയ്യാറുണ്ട്, സ്ക്വാഷ് ചെയ്യാറുണ്ട്. ഒക്കെ ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. അതുപോലെ കേക്കൊക്കെ നമുക്ക് പല തരത്തില് ചെയ്യാം. പിന്നെ എണ്ണ വെച്ച് ചെയ്യാം, ഏറ്റവും മോശം എണ്ണ വെച്ച് ചെയ്യാം, ബട്ടർ വെച്ച് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മള് ബട്ടർ വെച്ചിട്ടാണ് ഞാൻ കപ്പ് കേക്ക് ചെയ്ത് കൊടുക്കാറ്. അപ്പൊ നമ്മൾ അത് പറഞ്ഞ് അതിന്റെ റേറ്റും പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറ്. ഇത്ര ബട്ടറാണ് ചേർക്കുന്നത്, അതിന് ഇത്ര റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കുക, അതേ പറ്റുള്ളൂ. ഇനിയിപ്പോ അത് വേണ്ട, ഏറ്റവും മോശമായത് മതി എന്നുള്ള കസ്റ്റമർ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. നമ്മൾ ചെയ്ത് കൊടുക്കില്ല. അതുപോലെ മൈസൂർ പാക്ക് ഇപ്പൊ നമുക്ക് വെറും ഓയില്, പാം ഓയിൽ വാങ്ങിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വാങ്ങിയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് ഗീല് ചെയ്യാം. അപ്പൊ നമ്മളത് പിന്നെ സൺഫ്ലവർ ഓയിലും ചെയ്യാറുണ്ട്, ഗീലും ചെയ്യാറുണ്ട്. ഞാൻ അധികം ചെയ്യാം ഗീയും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാം. ഒരു 75% പിന്നെ ഗീയും 25% പിന്നെ ഓയിലും കൂടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗീ മാത്രമാകുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആവും. കുറച്ച് ചൂടായിട്ടുള്ള
സർഫേസിൽ വരുമ്പോഴേക്ക് അത് മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 25% ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഗീയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ചെയ്യും. ഇത് കംപ്ലൈന്റ് ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഹാർഡായിട്ട് കിട്ടും ചെയ്യും. 1 കിലോയ്ക്കൊക്കെ ഓർഡർ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ മിനിമം അത്രയും അപ്പൊ നമ്മളൊരു 3-4 250 ഗ്രാം മതി എന്ന് പറയുന്ന ആളോട് നമ്മൾ പറയും ഇങ്ങനെയാണ് എനിക്കൊരു ഓർഡറും കൂടെ വരുമ്പോ ഞാൻ ചെയ്തു തരാം. അപ്പൊ അങ്ങനെ ഒരു 2 ഓർഡറോ ഒക്കെ ആവുമ്പോ നമ്മള് അവരെ വിളിച്ച് പറയും, സാർ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഇന്ന ദിവസം, അങ്ങനെ കൊടുക്കും. അപ്പൊ ഒരു വലിയ ഫോൺ ബുക്ക് കാര്യങ്ങളെല്ലാം കരുതണല്ലേ, കാരണം നമുക്ക് ആരെയും മിസ്സാക്കാൻ പാടില്ല. കസ്റ്റമറല്ലേ നമ്മുടെ കിങ് അല്ലേ, ആരെയും മിസ്സാക്കാൻ പാടില്ല. ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഡിഫറെന്റ് വെറൈറ്റി ചെയ്യാൻ പറ്റും. ഭയങ്കര വെറൈറ്റീസ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. എന്ത് ഫില്ല് ചെയ്തിട്ടും ചെയ്യാം. അത് നമുക്ക് ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടില്ല. ബാക്കി എല്ലാ ടേസ്റ്റിലുള്ള അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും ഈ സാധനം കിട്ടില്ല. അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഒരാള് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് ഒരിക്കലും സിനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സിനി ഉണ്ടാക്കുന്നത് എനിക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ സിനിയുടെ ടേസ്റ്റ് ആയിരിക്കില്ല എന്റെ ടേസ്റ്റ്. അപ്പൊ നമ്മൾ അതിൽ ചേർക്കുന്ന സാധനങ്ങൾ 100% ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റിന്റെ ഒരു പ്രത്യേകത വരുന്നത്. ബാക്കി ഇപ്പൊ മുളക് പൊടി ഒന്നും എല്ലാവരുടെയും എരിവിൽ ചെറിയ വ്യത്യാസം വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം വരും എന്നുള്ളത്. അതുപോലെ പിന്നെ വേനൽക്കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം ചെയ്യാറുണ്ട്, പിന്നെ സിപ്പപ്പ് ചെയ്യാറുണ്ട്, പിന്നെ ലിസ്റ്റുകൾ അവസാനിക്കുന്നില്ല. പിസ്സ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കുക്കിങ്ങിന്റെ സെക്ഷൻ അല്ലേ? അവസാനിച്ചാ ഇനിയുണ്ടോ? ഇത്ര സാധനങ്ങളൊക്കെ. അപ്പൊ എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു. ഈ സുജാത ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്താ ഉണ്ടാക്കി തരുന്നില്ലേ സുജാത? എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്നിപ്പം പനിയാരം ഉണ്ടാക്കാൻ പോകും. ഉണ്ടാക്കിയാലോ? നല്ല എന്നാ പോവാം. അപ്പൊ അതിനാദ്യം ഒരു വറവ് ഉണ്ടാക്കണം. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടു. ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടാം. ഉഴുന്ന് പരിപ്പ് ചൂടായി കഴിയുമ്പോൾ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ മുളക്, ഉള്ളി, ചെറിയ ഉള്ളിയാണ്, കറിവേപ്പില. നല്ല മണം വരുന്നത് കരിവേപ്പിലയും പച്ചമുളകും അല്ലേ? അതിലേക്ക് ഇതൊരു ഭയങ്കര ഈസി സംഭവമാണ്. ഇത് അരി ഉഴുന്നും കൂടെ അരച്ചത് നമ്മുടെ ഇഡ്ലിയുടെ ദോശയുടെ ഒക്കെ മാവ്. സെയിം ആവണം. ഇതിപ്പോ ഇഡ്ലിയുടെ പാകത്തിനുള്ള മാവാണ്. പിന്നെ ഇത് ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഇതില് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വയ്ക്കാം. എന്നിട്ട് അതില് കുറച്ച് നല്ലെണ്ണ കുറച്ച് വെച്ചാൽ മതി അല്ലേ? എണ്ണ ചൂടാവട്ടെ. ചൂടാവും. നോൺ സ്റ്റിക്കിന്റെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചൂടാവും. ഇത്രയും കൂടി ചൂടാവണോ? പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതല്ലേ? സെക്കൻഡ് നടത്തേക്ക്. ഓക്കെ. റെഡിയായി. പനിയാരം റെഡിയായി അല്ലേ? കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതെ.
ഓക്കെ. ഓക്കെ, അത് സംഭവം കഴിയും. സ്റ്റവ് ഓഫ് ആക്കിയില്ലല്ലേ? ഇത് നമ്മുടെ തക്കാളി ചട്നിയാണ്. ഈ തക്കാളി ചട്നിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എന്താ വെച്ചാൽ എത്ര ദിവസം വേണേൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാവില്ല. നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരില്ല. സാധാരണ ഉള്ളി ചട്നി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ചൂടാക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിനത് വരില്ല. ഇത് നമുക്ക് പുറത്തൊക്കെ കൊടുത്തു വിടാനൊക്കെ, കുട്ടികൾക്ക് യാത്രയിലൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്തു വിടാം. അവർക്ക് അത് ഒരാഴ്ചക്കൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ചക്കൊക്കെ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളത് എടുത്ത് ചൂടാക്കും, അങ്ങനെ യൂസ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ നമ്മൾ പനിയാരത്തിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ സിനി, എങ്ങനെ ഉണ്ടെന്ന്. കാണുമ്പോ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ടെന്ന്. ചൂടുണ്ടല്ലേ? ചെറിയ ചൂടുണ്ട്. ഭംഗി കാണുമ്പോ തന്നെ അറിയാം ടേസ്റ്റ് ഉണ്ടെന്ന്. ടേസ്റ്റ് ഉണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. എന്നാലും നന്നായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റാ. ചട്നി നന്നായിട്ടുണ്ട്. ഇത് മറ്റേ വെള്ള ചട്നിയുടെ കൂടെ നല്ലതാണ്. സാമ്പാർ ചൂട് കാരണം എടുക്കാൻ പറ്റില്ല. സാമ്പാറിന്റെ കൂടെ കഴിക്കാതെ. സൂപ്പർ. നല്ലൊരു പുതിയ റെസിപ്പി പഠിച്ചു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിൽ രാവിലെ ഇഡ്ഡലിയുടെ മാവ് ബാക്കി ഉണ്ടാവില്ല. അതുപോലെ ഇപ്പൊ ഇന്ന ചട്നി വേണമെന്നില്ല. ഇനിയിപ്പോ ഒരു ചട്നി ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം. അത് പൊടി കൂട്ടി കഴിക്കാം, നമ്മുടെ അല്ലെങ്കിൽ സാമ്പാർ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ചട്നി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളി ചട്നി കൂട്ടി കഴിക്കാം. നമ്മുടെ പിന്നെ വടയുടെയൊക്കെ, ഉഴുന്ന് വടയുടെയൊക്കെ ചട്നി ഉണ്ടല്ലോ, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുള്ള ആ ചട്നി കൂട്ടിയിട്ടാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും സുജാത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കി. താങ്ക് യു സുജാത. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട്. ഇപ്പൊ ചൂട് അറിയുമ്പോൾ കഴിക്കാം. അപ്പം പനിയാരം ഉണ്ടാക്കും. പിന്നെ എന്താ സ്നാക്സ് ഉണ്ടാക്കാം ഈസി ആയിട്ടൊക്കെ? ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്ന ഉഴുന്നുവട. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നന്നായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഉഴുന്നുവട. നമ്മളെ ഇഡ്ലിക്ക് ദോശക്കൊക്കെ മാവ് അരയ്ക്കുമ്പോ ഉഴുന്ന് വേറെ അരി വേറെയാണല്ലോ അരയ്ക്കുക. അപ്പൊ ഗ്രൈൻഡറിലാണ് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് വെള്ളമില്ലാതെ അരയ്ക്കുക. എന്നിട്ട് അന്ന് നമുക്ക് ആവശ്യം വെള്ളമില്ലാതെ അരഞ്ഞു കിട്ടും. തീരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പേരിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അങ്ങനെ നൈസായിട്ട് ഫ്ലഫി ആയിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചിട്ട് നമ്മള് ഉഴുന്ന് ദോശക്ക് ഇഡ്ലിക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനേക്കാൾ കുറച്ച് നമ്മൾ കൂടുതൽ ഇട്ടിട്ട് അരച്ചാൽ മതി. എന്നിട്ട് അതിന്ന് കുറച്ച് ഉഴുന്ന് മാറ്റി വെക്കുക. ആ ഉഴുന്നില് പിന്നെ നമ്മള് എന്താ പറയാ, മുളക്, ഉള്ളി, കറിവേപ്പില ഒക്കെ ഒന്ന് അരിഞ്ഞ് ഇട്ട് കുറച്ച് കുരുമുളകും ഇട്ടിട്ട്, പിന്നെ അത് നമുക്ക് കയ്യിൽ ഇങ്ങനെ പരത്താൻ പാകത്തിനാണോ നോക്കും. ആണെങ്കിലും അല്ലെങ്കിലും ഒരു 2 സ്പൂണ് പത്തിരിയുടെ നൂൽപുട്ടിന്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുക. അപ്പോഴാണ് അത് ക്രിസ്പി ആയിട്ട് വരിക. മറ്റേത് കടക്കാരൊക്കെ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ പാതിയാണ് ഉഴുന്നുണ്ടാവുള്ളൂ, ബാക്കി റവയായിരിക്കും. അങ്ങനെയാണ്. നമ്മളിപ്പോ വീട്ടിൽ ചെയ്യുമ്പോൾ 2 സ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായി നമ്മള് പിന്നെ ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ശരിക്കും കൈ കൊണ്ട് ചെയ്യണമെന്നാണ് പറയാ. അങ്ങനെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ കയ്യില് കുറച്ച് വെള്ളാക്കിയിട്ട് ഇത് പരത്തി ഒരു ഹോൾ ഇട്ടിട്ട് അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എടുത്താൽ കിട്ടും. ആ വെള്ളം ഇനി കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി ചേർത്തിട്ട് അതിന്റെ ഒരു കൺസിസ്റ്റൻസി വല്ലാതെ തിക്കാക്കരുത്, അപ്പൊ അത് സോഫ്റ്റ് ആവില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താ വെച്ചാൽ പുറം നല്ല ക്രിസ്പി ആയിട്ട് വരും, ഉള്ളു സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. വളരെ നല്ലത്. കാരണം ഈ ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കാറുണ്ട് എല്ലാവരും. ഞാനും നാളെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, വിവരം പറയാം. അപ്പൊ ഉഴുന്നുവട അതുപോലെ പനിയാരം ഈ 2 ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമന്റ്സിലായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ പൊടിക്കുന്ന മെഷീനാണ്. അപ്പൊ അതെല്ലാം വീട്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ തന്നെ പൊടിക്കുന്നത് അല്ലേ? പിന്നെ വറുത്ത് കിട്ടാനൊക്കെ നമ്മൾ മില്ലില് അരിയൊക്കെ മില്ലില് കൊടുത്ത് വറുത്ത് കിട്ടണ്ടേ. അപ്പൊ അത്രയും കൂടുതൽ നമ്മളെങ്ങനെ വറുത്ത് കഴിഞ്ഞാലും അത്ര കാലം ഇരിക്കില്ല പൊടി, മില്ലില് മെഷീനിൽ വറുക്കണ പോലെ. ഇപ്പൊ പൊടിക്കാനൊക്കെ നമുക്ക് ഒരുവിധം എല്ലാം ഇതിൽ പൊടിഞ്ഞു കിട്ടും. മഞ്ഞളൊക്കെ പൊടിക്കാൻ പറ്റുമോ? മഞ്ഞൾ ഞാൻ ഇതുവരെ പൊടിച്ചിട്ടില്ല.
മഞ്ഞൾ ഇതുവരെ പൊടിച്ച് നോക്കിയിട്ടില്ല. ബാക്കിയെല്ലാം മല്ലി, മുളക്, കുറച്ചും കൂടി അരി, soft ആയിട്ട്. എല്ലാ സാധനവും. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ട് പൊടിക്കുന്നതാണ് ഇപ്പൊ മില്ലറ്റ്, ഗോതമ്പ് ഒക്കെ. അതൊക്കെ നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിക്കുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലും ചേരുമെന്ന് നമുക്ക് പറയാൻ വയ്യ. അത് പ്രത്യേകിച്ച് മില്ലറ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പൊടിക്കുമ്പോൾ നമ്മൾ എന്തായാലും നീറ്റാക്കി അങ്ങനെ അല്ലേ പൊടിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ പൊടിച്ചെടുക്കും. പിന്നെ ബാക്കി ഗരം മസാല, ചിക്കൻ മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ മിക്സിയിലാണ് പൊടിക്കുക, സാധാരണ മിക്സിയില്. അങ്ങനെ അത് ചെറിയ ക്വാണ്ടിറ്റി അല്ലേ വരുന്നത്. ഇതിനപ്പൊ എത്ര രൂപ ചെലവായിട്ടുണ്ട്? ഇതിന് 29,500. ഇത് ഇത് 3 കിലോന്റെ മെഷീനാണ്. കറണ്ടിലാണല്ലേ? കറണ്ടിലാണ്. ഇത് PMFME സ്കീമിൽ വരുന്ന പിന്നെ പർച്ചേസ് ആണത്. അവരുടെ വ്യവസായ വകുപ്പിന്റെ സ്കീമാണത്. അപ്പൊ അതിൽ നമുക്ക് 30% സബ്സിഡി കിട്ടും. ഇവിടെ സുജാതയുടെ വക ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമുക്ക് പറഞ്ഞു തരാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. സുജാത, ഇതെന്താണ്? ഇത് തേൻനെല്ലിക്കയാണ്. തേൻനെല്ലിക്ക പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന തേൻനെല്ലിക്ക എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ടുള്ളതാണ് വരുന്നത്. ഷുഗർ സിറപ്പാക്കിയിട്ട് അതിൽ നെല്ലിക്ക വേവിച്ചിട്ടിട്ടാണ് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അതിന് ഒരു ആരോഗ്യപരമായിട്ട് ഒരു ഗുണങ്ങളും ഇല്ല എന്ന് മാത്രമല്ല ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലായിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് ഇത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഇത് ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല നാടൻ തേനാവണം. ഒരു കെമിക്കലും ബാക്കിയൊന്നും ചേർന്ന് തേനാവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂപ്പല് വരും. അപ്പൊ ഇത് കുറെ കഴിയുമ്പോൾ ഇതൊരു ശരിക്കും 45 ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇതൊരു രണ്ടും കൂടെ മിക്സ് ആയിട്ട് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരും. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ ഇത് ബ്ലഡ് കുറവുള്ള കുട്ടികൾക്കൊക്കെ വലിയവർക്കും ഒക്കെ വളരെ നല്ലോണം ഉണ്ട്. അങ്ങനെ എല്ലാ ഗുണങ്ങളും രക്തം ഉണ്ടാവാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ ഇത് വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും തേനിലിട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്. നമ്മളുടെ പിന്നെ മത്തന്റെ കുരു അങ്ങനത്തെ ഒക്കെ ഇപ്പൊ എല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ആ സാധനങ്ങളെല്ലാം ചിയാ സീഡ് അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടെ വെച്ചിട്ട് ഇതും അതുപോലെ ഒരു 45 ദിവസം കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഇതെല്ലാം 45 ഡേയ്സ് ആകുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് വരുന്നത്. തേൻ നെല്ലിക്ക, തേൻ ഡേറ്റ്സ്, തേൻ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും. ഓക്കെ, അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം. ഇതേപോലെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുട്ടികൾക്കും പ്രായമായ ആൾക്കാർക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഷുഗർ ഉള്ളവരോ അല്ലെങ്കിൽ വേറെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ആവുമ്പോ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുക. നോർമൽ ഒരു ആൾക്ക് ഇത് കഴിക്കാൻ ഒരു കുഴപ്പമില്ല. അതുപോലെ ഈ തേൻ നെല്ലിക്കയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കൊക്കെ ശ്വാസതടസ്സം ഒക്കെ വരുന്നതിന് അതുപോലെ ജലദോഷത്തിന് ഒക്കെ വളരെ നല്ലതാണ്. ദഹനത്തിന് ഒക്കെ നല്ല വൈറ്റമിൻ സി ആണല്ലോ നെല്ലിക്ക. അതെ. അപ്പൊ താങ്ക് യു സുജാത. എന്തായാലും പുതിയൊരു അടുത്ത ടിപ്സ്. താങ്ക് യു. സുജാത, ഇത് എന്തിനുള്ള മെഷീനാണ്? ഇത് ഉണക്കാനുള്ളതാണ്. നമ്മുടെ ചെറിയൊരു ഡ്രയറാണ്. ഇതിൽ നമ്മൾ മല്ലി, മുളക്, അങ്ങനത്തെ മഞ്ഞൾ എല്ലാം കഴുകി ഉണക്കുന്നത് ഇതിലാണ്. ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 കിലോ ഒക്കെയാണ് മാക്സിമം ഇതില് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളങ്ങനെ വലിയൊരു ബിസിനസ് അല്ലാത്തോണ്ട് നമുക്കിത് കുറേശ്ശെ ഓരോ കിലോ ആയിട്ട് ഉണക്കിയാൽ മതി. എനിക്ക് അതിൽ പൊടിക്കാനും അത്രേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അതിനനുസരിച്ച് ഉണക്കിയിട്ട് അതിൽ പൊടിക്കും. 1 കിലോ മല്ലി ഉണക്കണമെങ്കിൽ എത്ര സമയം നമ്മൾ ഡ്രയർ വർക്ക് ചെയ്യണം? ഡ്രയർ നമ്മൾ കഴുകിയിട്ട് വേനൽക്കാലാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഉണങ്ങി കിട്ടും. മഴക്കാലാകുമ്പോ മൊത്തം ഈർപ്പല്ലേ അന്തരീക്ഷത്തില്. അപ്പൊ നമുക്ക് നല്ലോണം ടൈം എടുക്കും. അപ്പൊ ഇത് എത്ര രൂപ എടുത്തത് വാങ്ങാനായിട്ട്? എത്ര കൊടുക്കും? ഇതിന് 17,000 രൂപ ചെലവുണ്ട്. പക്ഷെ അത് ചെറിയ വാങ്ങിയിട്ട് കുറേയായി. നമ്മളൊരു 2 വർഷം 1.5 വർഷത്തോളമായി ഇത് വാങ്ങിയിട്ട്. ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ സംരംഭം ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണോ ഈ മെഷീൻ? ഈ മെഷീൻ നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് യൂസ്ഫുൾ ആണ്. പക്ഷെ ഇത് നമുക്കൊരു അപ്ഗ്രഡേഷനൊന്നും സാധ്യതകളില്ലാത്തതാണ്. അപ്പൊ അത് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങണവര് ഇത് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയില് പിന്നെ നമുക്ക് നടക്കില്ല. ഇതിപ്പോ ഞാൻ കടകളിൽ കൊടുക്കാത്തോണ്ടാണ് എനിക്കിത് പറ്റുന്നത്. മറ്റത് അല്ലാതെ കടകളിലൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇത് വേണം. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരാളും കൂടെ ആവുകൊണ്ട് എനിക്കിത്
സമയാസമയത്ത് ഉണക്കി പൊടിക്കാനും ഒക്കെ പറ്റും. പിന്നെ ആകെ 6 മാസം നമുക്ക് ഇതിന്റെ യൂസും വേണ്ടുള്ളൂ. അത് ശരിയാ. വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വേണ്ടല്ലോ. അതെ അതെ. ഓക്കെ. ഇനിയും വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. സെക്കൻഡ് പാർട്ടിൽ ഒരു കിടിലൻ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ സുജാതയുടെ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് സുജാത സെയിലാക്കണത്, അതിന്റെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സുജാതയോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പൊ സുജാത, എവിടെയാണ് ഈ സ്ഥലം? എന്റെ സ്ഥലം വരുന്നത് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡില് വരോടാണ്. വരോട് UP സ്കൂളിന്റെ ഓപ്പോസിറ്റ് റോഡിന് ആണ് ഞങ്ങളുടെ വീട് വരുന്നത്. ഞാൻ എൻ്റെ പ്രോഡക്ട്സ് ഡെലിഗോസിൽ ഒറ്റപ്പാലത്ത് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ വരുന്നത് ഓൺലൈൻ സെയിലുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്പർ കൊടുക്കുന്നുണ്ട് അതില്. സുജാത പ്രൊഡക്റ്റ് എന്ത് പേരാണ് അറിയപ്പെടുന്നത്? സുജാസ് കിച്ചൺ എന്നുള്ള പേരിലാണ് നമ്മൾ പ്രോഡക്ട്സ് എല്ലാം സെയിൽ ചെയ്യണത്. അതെ അതെ, രജിസ്റ്റേർഡ് ആണ്. ഓക്കെ. ഓക്കെ. പിന്നെ ഫോൺ നമ്പർ താഴെ കൊടുക്കാം. അപ്പൊ സുജാതയുടെ ഈ സംരംഭം അടിപൊളിയായിട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു. എന്തായാലും നല്ല നല്ല ഭക്ഷണമാണ് മരുന്ന് എന്നുള്ള ഒരു വാക്യമുണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സുജാത പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓർഡറുകൾ എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുക. അപ്പൊ സുജാതയ്ക്ക് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു.